എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഫാമിലിയായിട്ട് ചെറിയൊരു യാത്ര പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. കൊല്ലൂർ മൂകാംബികയിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് നാളായി പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ ലീവ് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തി, റൂമൊക്കെ എടുത്ത് ഫ്രഷായി രാവിലെ ദേവിയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും കൂട്ടി പോന്നു. കുണുമണി മോള് ഇന്നലെ മുതലേ കരച്ചിലായിരുന്നു. വീട് വിട്ടതിൻ്റെ ഒരു പ്രശ്നം അവൾക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെ ഒരുവിധം സമാധാനിപ്പിച്ച് നമ്മൾ അമ്പലത്തിന് തിരുനടയിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും അമ്മമ്മ നമ്മളെയൊന്നും കൂട്ടാണ്ട് വേഗം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ദേവിയുടെ ദർശനം ഒറ്റയ്ക്ക് കാണാനുള്ള പരിപാടിയാണ്. എന്നാൽ നമ്മൾ വിട്ടില്ല, അമ്മയുടെ പിറകെ തന്നെ നമ്മളും കൂടി. അപ്പോൾ എല്ലാ ദിവസവും നമുക്കിവിടെ നല്ല തിരക്കൊക്കെ കാണുന്ന ഇതാണ് ഉണ്ടാവൽ. ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇവിടെ അധികം ആൾക്കാരൊക്കെ കുറവാണ്. ദർശനത്തിന് വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന സമയത്താണ് കുണുമണി മോൾ കുഴപ്പം തുടങ്ങിയത്. അതുവഴി നമ്മൾ ദർശനത്തിന് പ്രദക്ഷിണം വന്നിട്ടുണ്ടായിരുന്നു. പ്രദക്ഷിണം ദേവിയുടെ മഞ്ചലും ദേവിയുടെ വിഗ്രഹവും ദേവിയുടെ തേരുമൊക്കെ ആയിട്ട് പ്രദക്ഷിണം നമ്മുടെ മുന്നിലൂടെ പോകുന്നത് അടുത്ത് കാണുന്നത് ഒരുപാട് നാൾക്ക് ശേഷമാണ്. അത് നമ്മളുടെ മനസ്സിന് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അതിനിടയിലാണ് ഞാൻ ശ്രദ്ധിച്ചത്, ആ തേരിനൊരു ഡ്രൈവറുണ്ട്. ഞാൻ ഇത്രയും കാലമായിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല. തേര് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഡ്രൈവർ, അതിന് സ്റ്റെയറിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുരുടേശ്വര അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അമ്മമ്മയുടെ പെട്ടെന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ നേരെ മുരുടേശ്വര അമ്പലം കൂടി കവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ പുറത്ത് രാത്രി 7 മണിയോടെ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ ആ ഒരു ദൃശ്യവിസ്മയം കണ്ട് കുറച്ച് സമയം അവിടെ നിന്നു. ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഈ അമ്പലത്തിൽ. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. നേരെ അമ്പലത്തിനുള്ളിൽ കയറി. ഇന്നും ഇവിടെയും വലിയ തിരക്കൊന്നും കണ്ടില്ല. പെട്ടെന്ന് തന്നെ ദർശനം കിട്ടി. അതിൻ്റെ മുകളിൽ മഹാദേവൻ്റെ ആ പ്രതിമ എന്തോ അവിടുന്ന് പണി നടക്കുന്നത് കൊണ്ട് അതിന് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളതൊക്കെ കണ്ട് മനസ്സിന് നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ ഒരു ബാൻഡ് മേളത്തിൽ എന്തോ അവർ പാട്ടൊക്കെ പാടുന്നത് കണ്ടിരുന്നു. അതെന്താ എന്നൊന്നും എനിക്കറിയില്ല. അറിയുന്നവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു. ഇന്നലെ രാത്രി